ഒരു 2 പേര് സ്റ്റേജിലേക്ക് വരിക. ജിതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതാ ഞങ്ങളുടെ കെപി. റെഡിയല്ലേ? പേര് പറഞ്ഞു എല്ലാവർക്കും അറിയാൻ. റോഷിത്ത് കൃഷ്ണപ്രസാദ്. എന്റെ കയ്യില് ഒരു പ്രീ ഷഫിൾഡ് ആയിട്ടുള്ള ഒരു 52 കാർഡ്സ് ഉള്ള ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഈ കാർഡ്സിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം. അപ്പൊ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതാ ഫസ്റ്റ്. ഓക്കെ, ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി കാർഡ്, ആ മുകളിലത്തെ കാർഡ് മാത്രം ഞാൻ തിരിച്ചിടുക. ഓക്കെ, ഒരു സ്റ്റോപ്പ് കൂടെ പറയണം. 4 കാർഡുകൾ തിരിഞ്ഞു കിടക്കണം. അതുകൊണ്ട് ഒരു സ്റ്റോപ്പും കൂടെ പറയണം. ഇത് വിടണോ? ഇപ്പൊ 4 കാർഡ്സ് ഇവിടെ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്ക് ആ കാർഡിന്റെ തൊട്ട് മുകളിലത്തെ 2 കാർഡ് മാത്രമേ വേണ്ടുള്ളൂ, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ ബാക്കിയൊക്കെ ഒഴിവാക്കാൻ പോവാ. നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത സ്റ്റോപ്പ് പറഞ്ഞ 4 കാർഡ്സ് തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് മുകളിലത്തെ 2 കാർഡ് മാത്രം ഞാൻ മാറ്റി വെക്കാം. ഇതിൽ മൈക്ക് വേണം. സ്റ്റോപ്പ്. ഓക്കെ, ഇനി ഒരാള് നൗഷാദ് ഇപ്പൊ ഇവരുടെ സെലക്ഷൻ പ്രകാരം സ്റ്റോപ്പ് പറഞ്ഞ കാർഡിന്റെ മുകളിലത്തെ 2 കാർഡ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് 4 പെയർസ് ഉണ്ട്. ഇഷ്ടമുള്ള പെയർ സെലക്ട് ചെയ്തു. അതിന് മുമ്പേ ഇത് സാറിന് ഞാൻ വെച്ച ഒരു ഗിഫ്റ്റാണ്. അവിടെ വെച്ചോ, ഓപ്പൺ ചെയ്യണം. വരും. ഈ 4 പെയറിൽ ഇഷ്ടമുള്ള പെയർ സെലക്ട് ചെയ്യുക. നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് ഇഷ്ടമുള്ള പെയർ അങ്ങോട്ട് മാറി നോക്കും. മൈക്ക് കൊടുക്കുമോ? മൈക്ക് എവിടെ? അശോക, കാർഡിന്റെ നമ്പർ ഒന്ന് നോക്കിക്കോളൂ. എന്നോട് പറയണ്ട. നോക്കി വെച്ചല്ലോ. ചിലപ്പോൾ അത് നമ്പർ കാർഡ്സ് ആവാം, അല്ലെങ്കിൽ പിക്ചർ കാർഡ്സ് ആവാം. പിക്ചർ കാർഡ് അറിയാലോ, JQKRs ഒക്കെ. എൻ്റെ കയ്യിൽ 2 ബുക്സ് ഉണ്ട്. ഒരു ബുക്ക് അറ്റോമിക് ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, എന്താണെന്ന് അറിയില്ല, ഞാൻ എടുത്തോണ്ടത്. പിന്നെ ഒന്ന് ലൈഫ് ഓഫ് വിവേകാനന്ദ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഇഷ്ടമുള്ളൊരു ബുക്ക് സെലക്ട് ചെയ്തോ. ഓക്കെ, ഇനി എന്താ വേണ്ടത് വെച്ചാൽ കയ്യിൽ 2 കാർഡ്സ് ഉണ്ടല്ലോ. ആ കാർഡിന്റെ ചിലപ്പോൾ 3 ആയിരിക്കും, അല്ലെ, അല്ലെങ്കിൽ A2 ആയിരിക്കും. അപ്പൊ കാർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് നമ്പർ ആ ബുക്കിൽ സെലക്ട് ചെയ്യുക, എടുക്കുക. ആ ബുക്കിലെ ആ പേജ് നമ്പറിലെ ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് വേർഡ് ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കിക്കോളൂ. ആരെങ്കിലും സഹായിച്ചു? സഹായിച്ചു. അതിന്റെ മേലത്തെ ഹെഡിങ് വിചാരിക്കണ്ട. ഫസ്റ്റ് പാരഗ്രാഫ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? 2 നമ്പർ, അതായത് 35 ആണെങ്കിൽ 3 ഉം 5, 35 എന്ന പേജ് നമ്പറിലേക്ക് പോകണം. $55 ആണെങ്കിൽ 5 ഒക്കെ ആണെങ്കിൽ 5 ഒക്കെ ആണെങ്കിൽ
അത് സുരാൻ സഹായിക്കോ? ആ നമ്പർ കറക്റ്റ് ഒന്നോ. കയ്യിലുള്ള കാർഡിന്റെ പേജ് നമ്പറിലേക്ക് പോവാ. മേലത്തെ ഹെഡിങ് വേണ്ട, ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് വേർഡ്. ഓക്കെ, ഇനി ബുക്ക് പൂട്ടി വെച്ചോ. അതിന് മുമ്പ് ആ വേർഡിന്റെ കൗണ്ട്, അല്ല എത്ര ലെറ്റേഴ്സ് ഉണ്ടോന്ന് കൗണ്ട് ചെയ്ത് വെച്ചു. രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന് ശ്രദ്ധിക്കൂ, കാർഡ് നമ്പർ 34 ആണെങ്കിൽ 34 നോക്കാം, 43 നോക്കാം. ഏതാ ബുദ്ധിമുട്ടുള്ള വാക്ക് അത് നോക്കിച്ചു. നോക്കിയോ എത്ര ലെറ്റേഴ്സ് ഉണ്ടത്? 9 ലെറ്റർ. ഒന്ന് കൊണ്ട് മാറും, ആ ബുക്കും കൊണ്ടുണ്ട്. ഈ പേപ്പർ ഞാൻ എടുത്തോട്ടെ. അവിടെ 9 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത് വീട്ടിലല്ലേ? അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഇല്ലേ, ഒന്ന് മനസ്സിൽ വിചാരിക്കാവോ? ഫസ്റ്റ് ലെറ്റർ കുറച്ച് കട്ടിയുള്ള വാക്കാണല്ലേ? ആ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിക്കാവോ? ഒന്ന് ഇങ്ങോട്ട് നോക്കാവോ? ലാസ്റ്റ് ലെറ്റർ ഇല്ലേ, അതൊന്ന് മനസ്സിൽ വിചാരിക്കാവോ? സാധാരണ കാണാത്ത വാക്കാണല്ലേ? സെക്കൻഡ് ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിക്കാവോ? മനസ്സിൽ ഇങ്ങനെ പറയാവോ? തേർഡ് ലെറ്റർ, ഫോർത്ത് ലെറ്റർ, ഫിഫ്ത്ത് ലെറ്റർ, സിക്സ് ലെറ്റർ, 7, 8 ഒരുമിച്ച് വിചാരിച്ചോ? 8 വിചാരിച്ചോ? ഓക്കെ, ഇനി ഒന്ന് മൈക്കിൽ ആ വാക്കൊന്ന് പറയാമോ? സൗണ്ട് ഒച്ചത്തിൽ പറഞ്ഞോ. 9 ലെറ്റർ ആണ്. ഡോണ്ട്ലെസ്. ഡോണ്ട്ലെസിന്റെ അർത്ഥം അറിയാവോ? ഡോണ്ട്ലെസ് ഇല്ല, ഞാൻ ഇവിടെ എഴുതിയത് ഡോണ്ട്ലെസ് ആണ്. ഡോണ്ട്ലെസ് എന്ന് വെച്ചാൽ ഫിയർലെസ് എന്നാണ്, ഭയമില്ലായ്മ. ഓ, ഇതാണ് ഒന്ന്. ഇനി ഞാനിവിടെ വരുന്നതിന് മുമ്പേ ഒരു പേപ്പർ എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കോളൂ. ഒച്ചത്തിൽ പറഞ്ഞു, ഒച്ചത്തിൽ വായിച്ചോളൂ, സൗണ്ടിൽ വായിച്ചോളൂ. ആ, ഗസ്റ്റ് വിൽ സെലക്ട് ദ ബുക്ക് നെയിം ലൈഫ് ഓഫ് വിവേകാനന്ദ. ഗസ്റ്റ് വിൽ റിമെമ്പർ ദ വേർഡ് ഡോണ്ട്ലെസ്. ഒരു കാര്യം കൂടെ, ഞാൻ നേരത്തെ ഒരു ഗിഫ്റ്റ് തന്നല്ലോ, ഇത് കയ്യിൽ വെച്ചു. ഫുട്ബോൾ കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? മെസ്സിയാണ്. ആ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? അന്ന് ഓപ്പൺ ചെയ്തൊന്ന് എല്ലാവരും കാണിക്കും. ഇനി കയ്യിൽ കാർഡ് ഉണ്ടായില്ലേ, 2 കാർഡ്. ആ കാർഡൊന്ന് കൗണ്ട് ചെയ്യോ? കാർഡിന്റെ നമ്പേഴ്സ് തമ്മിലൊന്ന്, അതിന്റെ നമ്പർ എത്രയാ? 10. ആ ജേഴ്സിയുടെ നമ്പർ ഒന്ന് നോക്കി. താങ്ക് യു. ഒരൈറ്റം കൂടെ കാണിച്ചോ. ഇതിന് 5 പേര് വേണം സ്റ്റേജിൽ. എല്ലാവരും വലിയ കൈയ്യടി കൊടുക്കുക.